നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 100-ലധികം സീറ്റുകൾ ലഭിച്ചാൽ നാട്ടുകാർക്ക് ബിരിയാണി നൽകുമെന്ന വാക്കു പാലിച്ച് പ്രവാസിയായ സുരേഷ് 102 പേർക്ക് ബിരിയാണി വിതരണം ചെയ്താണ് സുരേഷ് തന്റെ വിജയമധുരം പങ്കുവച്ചത്. ഭീമനാട് നടന്ന ചടങ്ങിൽ PR സുരേഷ് ബിരിയാണി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊക്കെ കൃത്യമായിട്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ള പളുങ്ക് മണിമാരെ പോലുള്ള മന്ത്രിമാരെ ഞങ്ങൾ തെരഞ്ഞെടുക്കും. അതിപ്പോ പറഞ്ഞ പല ആളുകളും പറഞ്ഞതുപോലെ ലീഗിന്റെ ഭരണം തന്നെ വരണത്, ഒരു സംശയവും വേണ്ട. ലീഗ് UDFന്റെ കക്ഷിയാണ്. എല്ലാ കാലത്തും UDFനോട് ആത്മാർത്ഥമായിട്ടുള്ള പാർട്ടിയാണ് ലീഗ്. ലീഗിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അത് ഞങ്ങൾ ഇന്ന് വരെ വിട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്ന ലീഗിന്റെ ഭരണം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ പറയുന്ന കോൺഗ്രസ്സുകാരനാ. ഞങ്ങൾ പറയുന്ന ലീഗ് കേരളത്തിൽ ഭരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസും ലീഗും കൈകോർത്ത് നിൽക്കുന്നതുകൊണ്ടാ. VD സതീശന്റെ പേര് ഒരു ഘടകകക്ഷി പോലും തിരുത്തി പറഞ്ഞില്ലല്ലോ. VD സതീശൻ തന്നെ നേതൃത്വം കൊടുക്കണമെന്ന് കേരളത്തിലെ UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികളും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മെറിറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ സുരേഷ് നൽകിയ ഈ വാഗ്ദാനം നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. മുന്നണി നേടിയ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ 100-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വിരുന്ന് നാടിന് ആഘോഷമായി മാറി. പ്രാദേശിക UDF പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ഭീമനാടിന് വിദേശത്ത് പോയാലാണ് പുള്ളി ഇവിടെ ഇലക്ഷന്റെ സമയത്ത് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. 100-ൽ കൂടുതൽ സീറ്റ് കിട്ടിയാൽ അപ്പൊ ആ കിട്ടിയ സീറ്റിന്റെ എണ്ണം ബിരിയാണി അപ്പൊ കൊടുക്കുന്ന തീരുമാനം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം കട്ടക്ക് നിൽക്കുന്ന സുരേഷ് ഭീമനാടിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ബിരിയാണി വിതരണവും ഈ കരിമരുന്ന് പ്രയോഗം അതുപോലെ തന്നെ DJ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെ പേരിലും മണ്ണാർക്കാടിന്റെ പേരിലും അറിയിക്കുന്നു. അദ്ദേഹം ഇപ്പൊ നാട്ടിലെ ഇലക്ഷൻ സമയത്ത് ഇവിടെ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുവണ്ടി ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സെൽഫായിട്ട് ഇറക്കിയിരുന്നു. അത് ഈ പ്രദേശത്തുകൂടെയൊക്കെ പോയതാണ്. ഇപ്പൊ അദ്ദേഹം നാട്ടിലില്ല, അദ്ദേഹം വിദേശത്താണ്. എന്നാലും ഈ കാര്യങ്ങൾ അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. CCN മണ്ണാർക്കാട്.